ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ സെൽഫ് അടിക്കുന്ന സമയത്ത് LED നമ്മുടെ ഡോമിനൻ്റെ ഹെഡിൻ്റെ LEDയുടെ പോർഷനിൽ നിന്ന് ചെറിയൊരു ഷോർട്ട് ആവുന്ന പോലെ കിടികിടിയുന്നൊരു സൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മിക്കവാറും എൻ്റെ CD യൂണിറ്റ് പണി കിട്ടും. എന്നുവെച്ചാൽ സെറ്റ് ചെയ്ത എല്ലാവർക്കും CD യൂണിറ്റ് ആയിരിക്കും പണി വരാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഞാൻ വീണ്ടും അടുത്തൊരു പണിയായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഡോമിനറിൻ്റെ ഹെഡ്ലൈറ്റ് അടിച്ചു പോയി ഗൈസ്. ഏതൊരു ഡെയിലി വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ഏതൊരു ഡെയിലി വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡോമിനറിൻ്റെ ഹെഡ് ഏകദേശം തീരുമാനമായിട്ടുണ്ട്. കാരണം അതിന് ഡിമ്മ് കത്തുന്നില്ല. അപ്പോൾ ആരെങ്കിലും സ്റ്റോക്ക് ഹെഡ്ലൈറ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, എടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം തീരുമാനമായി. അപ്പോൾ നമ്മുടെ ഹെഡ് അടിച്ചു പോയെന്ന് പറഞ്ഞാൽ ബ്രൈറ്റ് ഇടുമ്പോഴത്തേക്കും ഫുള്ള് കത്തുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഡിമ്മ് മാത്രമായിട്ട് ഇടുമ്പോഴത്തേക്ക് ഡിമ്മ് കത്തുന്നില്ല. മിന്നി അണഞ്ഞ് നിൽക്കുന്നത് കേട്ടോ. എപ്പോഴാണ് എൻ്റെ പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ, എപ്പോഴും നൈറ്റ് ഒരു ദിവസം വണ്ടി ഓടിച്ച് വീട്ടിൽ കൊണ്ട് ഗേറ്റിൻ്റെ അകത്തോട്ട് വെക്കാൻ നേരത്ത് വണ്ടി റണ്ണിങ്ങിലാണ്, സ്റ്റാർട്ടാണ്, എഞ്ചിനൊക്കെ സ്റ്റാർട്ടാണ്, ലൈറ്റും കത്തി കിടക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ നമ്മുടെ ഡോമിനറിൻ്റെ ഹെഡിനകത്തുനിന്ന് കിടി എന്നൊരു സൗണ്ട് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ബോർഡിനകത്ത് എന്തോ ഷോർട്ട് ആയതോ അല്ലെങ്കിൽ വണ്ടിയിൽ നിന്ന് ഓവർ കറണ്ട് കയറിയിട്ട് എൻ്റെ LED എന്തോ സംഭവമൊക്കെ അടിച്ച് എന്തോ പ്രശ്നമുണ്ട് അതിന്. അപ്പോൾ അതിനിപ്പോൾ സോൾവ് ആക്കി എടുക്കാൻ പറ്റുമെന്നൊന്നും അറിഞ്ഞുകൂടാ. കാരണം അതിൻ്റെ ബോർഡിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും പറ്റില്ല. സാധാ ഹാലോജൻ ബൾബ് ആണെങ്കിൽ നമുക്ക് ബൾബ് മാറ്റി അല്ലെങ്കിൽ വയറിംഗ് കണക്ഷനൊക്കെ ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ ബോർഡായതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പോൾ അത് മിക്കവാറല്ല സ്റ്റോക്കാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റോക്ക് ഹെഡ്ലൈറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. 5 മിനിറ്റെങ്കിലും ഈ വീഡിയോ തികച്ചുണ്ടാവുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ വണ്ടി തിരിച്ച് റീസെറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മുടെ ഫുൾ ബ്രൈറ്റ് ഇടുമ്പോഴത്തേക്കും, അതായത് ബ്രൈറ്റ് ഇടുമ്പോഴത്തേക്കും ഫുള്ള് ഹെഡ്ലൈറ്റ് കത്തുന്നുണ്ട്. നമ്മുടെ ഡിമ്മും ബ്രൈറ്റും എല്ലാം കത്തുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഡിമ്മ് മാത്രമായിട്ട് ഇടുമ്പോഴത്തേക്കും ഡിമ്മ് കത്തുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയും പൈസ കൊടുത്ത് ചെയ്തത് വെറുതെ ആയി. റെഡിയാക്കി എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ജസ്റ്റ് എന്തായാലും ഇളക്കുവാണ്. കാരണം നൈറ്റൊന്നും എനിക്ക് ഓടിക്കാൻ വയ്യ. ഫുൾ ബ്രൈറ്റ് അടിക്കാണ് നൈറ്റൊക്കെ പോകുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് വണ്ടി വരുന്നവരൊക്കെ തള്ളക്കി വിളിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സീൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റുമെങ്കിൽ റിപ്പയർ ചെയ്ത് എടുക്കണം. അല്ലെങ്കിൽ എന്തായാലും സ്റ്റോക്കിലോട്ട് മാറുവാണ്. കാരണം നൈറ്റൊക്കെ വണ്ടി അത്യാവശ്യം എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലൈറ്റ് നേരല്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് ഹെഡ്ലൈറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല വീഡിയോയിൽ. ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ കുറേ നാൾ മുമ്പ് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഫെയറിങ്ങിൻ്റെ ഈ ഒരു ലോക്ക് ഉണ്ടല്ലോ, മുകളിൽ വരുന്ന ഒരു ഹോള്, അപ്പോൾ ആ ഒരു ഹോള് കുറേ നാൾ മുമ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വൈസറിൻ്റെ ആ ഒരു പോർഷൻ അത്യാവശ്യം വൈബ്രേഷനും ആ ഒരു പെരുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ലോക്ക്, അതായത് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഫെയറിങ് ഞാൻ പറഞ്ഞാൽ പുതിയത് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് 216 സംതിങ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനം മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹെഡ്ലൈറ്റ്, സ്റ്റോക്ക് ഹെഡ്ലൈറ്റ് കുറേ നാളായി കണ്ടിട്ട്. കാരണം മറ്റേത് കണ്ട് അതാണ് ഹെഡ്ലൈറ്റ് എന്നുള്ള ആ ഒരു മൈൻഡിലങ്ങ് പതിഞ്ഞു പോയിട്ടാ. അപ്പോൾ വീണ്ടും സ്റ്റോക്കിലോട്ട് വന്നപ്പോഴത്തേക്കും ഒരു ചെറിയൊരു വിഷമം, ആ ഒരു ലുക്കങ്ങ് പോകും വണ്ടിയുടെ. ശരിക്കും പറഞ്ഞാൽ LED കണ്ടിട്ട് വീണ്ടും സ്റ്റോക്കിലോട്ട് മാറ്റാൻ തോന്നണില്ല വണ്ടി. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. കാരണം പുതിയത് ഒരെണ്ണം സെറ്റ് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഹെഡ് വാങ്ങി അല്ലെങ്കിൽ ഡോമിനൻ്റെ ഹെഡും കൂടെ ധൂം എടുത്തിട്ട് ഇതിൽ സെറ്റ് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ആദ്യമൊക്കെ അത്യാവശ്യം ഡോമിനൻ്റെ ഹെഡ് അവൈലബിൾ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഉള്ളവരെല്ലാവരും നല്ല റേറ്റാണ് കേട്ടോ പറയുന്നത്. റെഡിമെയ്ഡ് ആയിട്ടൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് 6000 7000 ഒക്കെയാണ് പറയുന്നത്. എന്തായാലും ഞാൻ അത് ചെയ്യുന്നില്ല. കാരണം അതിനെക്കാട്ടി നല്ലത് സ്റ്റോക്കാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. കുറച്ച് ലുക്ക് കുറഞ്ഞാലും ഇതൊക്കെയാണ് കേട്ടോ ഇപ്പോഴത്തെ ഇതാണ് ഇപ്പോഴും നല്ലത്. അതുകൊണ്ട് സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതൊക്കെ എൻ്റെ ഒരു ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ സ്റ്റോക്ക് ബൾബാണ്. നമ്മൾ അന്ന് ഡോമിനർ ഹെഡ് സെറ്റ് ചെയ്ത സമയത്ത് ഞാൻ ഊരി വെച്ചിട്ടുള്ളതാണ്. ഇത് ചെറിയ ബ്ലൂ ടിൻ്റുള്ള ബൾബാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ വണ്ടി പുറത്തിരിക്കുകയാണ്. വണ്ടിയിൽ നിന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ വണ്ടി ആയിരിക്കണം. സ്റ്റോക്ക് ആക്കുമെന്ന് ആലോചിക്കുമ്പോൾ നല്ല വിഷമമാണ്. എന്തായാലും നമുക്ക് ഊരിയെടുക്കാം, വേറെ വഴിയില്ല ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഹെഡ് ഊരി കയ്യിലെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇരിക്കണം നമ്മുടെ ഹെഡ്. പിന്നെ ഈ ഒരു പോർഷനൊക്കെ മുമ്പേ പൊട്ടിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇരുന്നത്. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഇവിടുത്തെ ലോക്ക്, ഈ സൈഡിലൊരു ലോക്ക് വരും. നമ്മുടെ ഫെയറിങ്ങിൻ്റെ ഇവിടെ ഒരു ലോക്ക് വരും. അതായത് വേണ്ട ഈ സാധനം കേട്ടോ, ഇതാണ് ഈ സാധനം ഇവിടെ നിന്ന് പൊട്ടിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ വന്ന് പിടിച്ചാൽ ഇങ്ങനെ ഊരി വരുന്ന ആ ഒരു പരുവത്തിലാണ് കേട്ടോ ഇരുന്നത്. അപ്പോൾ നമ്മൾക്ക് അത് മൊത്തമായി ഊരി എടുത്തിട്ട് പുതിയ സാധനം സെറ്റ് ചെയ്യണം. ഇത് ഫുള്ള് മാറ്റണം കേട്ടോ. ഈ ഒരു സാധനം അറിയാമല്ലോ, ഈ ഒരു സാധനം ഫുള്ള് മാറ്റണം. ഈ ഒരു ഫെയറിങ് മാറ്റണം, ഇൻഡിക്കേറ്ററും നമ്മുടെ ഈ സൈഡ് കൗളും എല്ലാം ഊരി എടുക്കണം. അത്യാവശ്യം നല്ല പണിയുണ്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഊരി എടുക്കട്ടെ.
അപ്പോൾ നമ്മുടെ വൈസറിൻ്റെ ആ ഒരു പോർഷൻ ഊരി എടുത്തിട്ടുണ്ട്. സ്റ്റോക്ക് വൈസർ ഇതായിരിക്കുന്നു. പിന്നെ ഈ ഒരു വൈസർ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വൈസർ ഞാൻ ആദ്യം വെച്ചത് ഇവിടെ ഈ സൈഡിൽ സ്ക്രൂ തിരുക്കി ടൈറ്റ് ചെയ്ത് സാധനം പൊട്ടലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കഴിഞ്ഞ മാസം മീഷോയിൽ നിന്ന് എടുത്തതാണ്. മീഷോയിൽ നിന്ന് എടുത്തുകൊണ്ട് വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ലെന്ന് വിചാരിച്ചത്. പക്ഷേ വിചാരിച്ചേക്കാൾ ക്വാളിറ്റി ഉണ്ടായിരുന്നു. എഫ് സി വീട്ടിൻ്റെ വൈസറാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ ലൈറ്റ് ഇത് ഫുൾ ഇളക്കി എടുത്തിട്ടുണ്ട്. ഡോമിനാറിൻ്റെ അന്ന് നമ്മൾ എം സിയിലൊക്കെ വെച്ച് സെറ്റ് ചെയ്ത സാധനം എം സിയിൽ വെച്ച് സെറ്റ് ചെയ്യുന്നതൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇതൊരു വെള്ളം കയറുന്നോ അല്ലെങ്കിൽ ഫോഗ് കയറുന്ന ഇഷ്യോ, മഴയത്ത് പോകുമ്പോഴത്തേക്ക് ഈ ഒരു സൈഡിൽ ചെറിയ ഈർപ്പം അങ്ങനെ കയറുന്ന ഇഷ്യൂ ഒന്നുമില്ലായിരുന്നു കേട്ടോ. ഒരു പ്രശ്നമില്ല. ഇത് പക്കയായിരുന്നു നമ്മളന്ന് സെറ്റ് ചെയ്തത്. എം സിയിലൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, പക്കയായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ ഇത്രയും വയറാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് കൊടുത്തിരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോക്ക് ഹെഡ്, അല്ല നമ്മുടെ ഡോമിനാർ ഹെഡ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ഊരിയെടുക്കുന്ന പാടെ എത്ര ഒരു 10,000 സ്ക്രൂവിനട്ടും കാണും. മീറ്റർ ഊരിയെടുത്തിട്ടുണ്ട്. പിന്നെ പൊട്ടിയ നമ്മുടെ ഫ്ലാപ്പ്, ഇതിൻ്റെ ലോക്കും എല്ലാം പൊട്ടിപ്പോയി, പിന്നെ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മുടെ മീറ്റർ ഫ്ലാപ്പ് ഊരിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യമുണ്ട് തിരിച്ച് സെറ്റ് ചെയ്യാനായിട്ട്. പിന്നെന്താ, പിന്നെ ഇനിയിപ്പോൾ ഈ വയറെല്ലാം കൂടെ പിടിച്ച് നമ്മുടെ സ്റ്റോക്ക് വയറിലോട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കാൻ വേറെ ആരും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ എല്ലാം ഒന്ന് കാണിക്കാത്തത്. പിന്നെ അത് കണ്ടൻറ്റ് ആക്കണമെന്ന് വിചാരിച്ചതല്ല, വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വീഡിയോ ആക്കിയതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കണക്ഷൻ കൊണ്ട് പിടിച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഇത് നമ്മുടെ BS4ൻ്റെ സ്റ്റോക്ക് ബൾബാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബൾബിന് പ്രശ്നമുണ്ട്. ഇത് നമ്മൾ ഹെഡ്ലൈറ്റിന് സെപ്പറേറ്റ് സ്വിച്ച് ഒന്നും വരാത്തതുകൊണ്ട് ഈ സാധനം ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പ് സ്വിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹെഡ്ലൈറ്റിന് അഡീഷണൽ സ്വിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഹെഡ്ലൈറ്റിനൊരു അഡീഷണൽ സ്വിച്ചും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഒരു സോക്കറ്റ് വരും കേട്ടോ. നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഒരു H4 സോക്കറ്റാണ് ഇവിടെ വരുന്നത്. നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഈ ഒരു സാധനം, ഈ ഒരു 3 ലെഗ് ഏറ്റി വയ്ക്കുന്ന ഒരു സാധനം കേട്ടോ. അത് നമ്മൾ അന്ന് ഹെഡ്ലൈറ്റ് സെറ്റ് ചെയ്ത സമയത്ത് എവിടെയോ പോയി മിസ്സായി, ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ആ ഒരു സാധനം ഷോറൂമിൽ ചോദിച്ചപ്പോഴത്തേക്ക് അത് ആ ഒരു സെപ്പറേറ്റ് സാധനം മാത്രമായിട്ട് വരുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സാധനം മാത്രം കിട്ടാനില്ല. 2-3 ഷോറൂമിലൊക്കെ പോയിട്ടോ. അപ്പോൾ സ്പെയർ പാർട്സ് എന്ന ഷോപ്പിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ NS സെപ്പറേറ്റ് അങ്ങനെ ഇത് വരുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സാധനം ഞാൻ ഇന്ന് രാവിലെ പോയി വാങ്ങിയതാണ് കേട്ടോ. നമ്മുടെ കാറിൻ്റെയൊക്കെ ആക്സസറി ഷോപ്പിലൊക്കെ നമ്മുടെ H4ൻ്റെ സോക്കറ്റാണ്, H4ൻ്റെ ബൾബ് ഹോൾഡറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വയറിലോട്ട് ഇനി നമ്മളെ കണക്ഷൻ എല്ലാം പിടിച്ച് കൊടുക്കണം. അപ്പോൾ ഇത് സെപ്പറേറ്റ് വാങ്ങിയതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ വയറിംഗ് കണക്ഷൻ എല്ലാം നമ്മുടെ ഡോമിനറിൽ കൊടുത്തിരുന്ന വയറിംഗ് കണക്ഷൻ എല്ലാം ഊരിയിട്ടിട്ടുണ്ട്. വീണ്ടും നമ്മുടെ സ്റ്റോക്കിലോട്ടൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സെപ്പറേറ്റ് ഹെഡ്ലൈറ്റ് ഓൺ ഓഫിന് ഒരു സെപ്പറേറ്റ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കണക്ഷൻ ഇവിടെ പിടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്, എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ എനിക്ക് ഇടയ്ക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഡൗട്ട് വന്നപ്പോഴേ നമ്മുടെ അർജുൻ മച്ചാന ഇത് സെറ്റ് ചെയ്ത ആശാനെ തന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. എനിക്കിതിൻ്റെ കളർ കോഡൊന്നും വലിയ ധാരണയില്ലായിരുന്നു. അപ്പോൾ മച്ചാനെ വിളിച്ചിട്ട് അതൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹെഡ്ലൈറ്റ് ബൾബ് ഏറ്റുന്ന സോക്കറ്റാണ് കേട്ടോ, H4 ബൾബിൻ്റെ ഹോൾഡറാണ്. അപ്പോൾ അതും എല്ലാം പിടിച്ച് കണക്ഷൻ കറക്റ്റാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി വണ്ടി കൊണ്ട് ഫിക്സ് ചെയ്ത് നോക്കണം കേട്ടോ, വെച്ച് നോക്കണം, എന്നാലേ കറക്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. എല്ലാം ഓക്കെ ആണെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി നമുക്ക് ഈ വയറിൻ്റെ എല്ലാം കൊടുത്ത ജോയിൻ്റ് എല്ലാം ടാപ്പിന് ഒട്ടിക്കണം. പിന്നെ നമ്മുടെ സ്റ്റോക്ക് ഹെഡ്ലൈറ്റിൻ്റെ ബാക്കിലോട്ട് ഫ്രെയിമും നമ്മുടെ മീറ്ററും എല്ലാം എടുത്ത് സെറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ അതാണ് അടുത്ത പരിപാടി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് കാണാവേ ഗൈസ്. അപ്പോൾ നമ്മൾ ഫുള്ള് ഹെഡ് എല്ലാം എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. മീറ്റർ, നമ്മുടെ സ്റ്റോക്കായിട്ട് വരുന്ന ഹോൾഡർ, അതിൻ്റെ വയറിംഗ് കിറ്റ് എല്ലാം കട്ട് ചെയ്തിരുന്ന എല്ലാം തിരിച്ചെടുത്ത് കൊടുത്ത് ടാപ്പൊക്കെ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീണ്ടും ഹാലജൻ സെറ്റപ്പിലോട്ട് മാറി. ഫ്രണ്ടിൽ ഇപ്പോൾ ഡ്യൂക്കിൻ്റെ ഇൻഡിക്കേറ്റർ മാത്രമേ LED ആയിട്ടുള്ളൂ കേട്ടോ. വീണ്ടും ബാക്ക് ടു സ്റ്റോക്ക്, ഓരോരോ അവസ്ഥകളെ. അപ്പോൾ എല്ലായിടത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വണ്ടിയിലെടുത്ത് കൊടുത്ത് നോക്കണം, കത്തോ എന്തോ ഒന്നും അറിയാൻ വയ്യ, പൊട്ടിത്തെറിയോ എന്തോ, എന്തായാലും നോക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ സെറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഹെഡ്ലൈറ്റ് എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു LED ഹെഡ്ലൈറ്റ് കണ്ടിട്ട് വീണ്ടും ഹാലജൻ കണ്ടപ്പോൾ എന്തോ പോലെ കേട്ടോ. പിന്നെ നമ്മൾ മാക്സിമം സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുമെങ്കിൽ വീണ്ടും ഞാൻ LED ഹെഡ്ലൈറ്റ് തന്നെ ആക്കും. ഇതൊരു ടെമ്പററി സെറ്റപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. മാക്സിമം നമ്മുടെ LED ആ ഒരു ഹെഡ്ലൈറ്റ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കും. പെട്ടെന്ന് ആ ഒരു LED മാറി വീണ്ടും ഹാലോജൻ ആയപ്പോഴത്തേക്ക് വണ്ടിയുടെ ആ ഒരു ഫ്രണ്ടിൽ നിന്നുള്ളൊരു മാസ് ലുക്ക് അങ്ങ് പോയ പോലെ കേട്ടോ. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല, വലിയ ഒരു ബോറായിട്ടൊന്നും തോന്നണില്ല. പിന്നെ പെട്ടെന്ന് നമ്മുടെ ആ ഒരു LED ലൈറ്റ് ഓടിച്ച് ഞാൻ ഇപ്പോൾ പിറ്റേ ദിവസമാണ് കേട്ടോ ഈ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നൈറ്റൊക്കെ ഓടിച്ചപ്പോഴത്തേക്ക് ആ ഒരു LED ഹെഡ്ലൈറ്റിൻ്റെ വെട്ടം കണ്ടിട്ട് വീണ്ടും ഈ ഒരു യെല്ലോ ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു മഞ്ഞ വെട്ടം, നമ്മുടെ ഹാലോജൻ്റെ ലൈറ്റ് അറിയാമല്ലോ,
ആ ഒരു പ്രകാശമൊക്കെ കണ്ടപ്പോഴത്തേക്ക് എന്തോ പോലെ കേട്ടോ, ഒരു സുഖമല്ല. പിന്നെ അങ്ങ് സെറ്റ് ആവുമായിരിക്കും. അപ്പോൾ മാക്സിമം നോക്കും മറ്റേത് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഡോമിനറിൻ്റെ തന്നെ വീണ്ടും എടുത്ത് കയറ്റും എന്തായാലും. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ലുക്ക് കേട്ടോ. വലിയ ബോറൊന്നുമില്ല കണ്ടിട്ട്. പിന്നെ നമ്മൾ അണ്ടർബെല്ലിയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അത് ചെറിയൊരു സീൻ വീണ്ടും കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ചിലപ്പോഴേ വീഡിയോ ആക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അണ്ടർബെല്ലി എടുത്ത് മാറ്റിയത്. ബാക്കി വേറെ ഇതൊന്നുമില്ല. വണ്ടി ഇപ്പോഴും ഹെഡ്ലൈറ്റ് മാറിയെന്നേ ഉള്ളൂ. വേറെ നമ്മുടെ ലുക്കിനൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ വണ്ടി. അപ്പോൾ എന്തിനാണ് തമ്മിൽ അങ്ങനെ ഒരു എല്ലാവർക്കും പണി വരുന്നുണ്ടോ എന്നുള്ള കാര്യം ഇട്ടതെന്ന് ചോദിച്ചാൽ, നമ്മുടെ മെയിനായിട്ട് ഈ NS നമ്മൾ ഡോമിനറിൻ്റെ ഹെഡ്ലൈറ്റ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ പണി കിട്ടാൻ ചാൻസ് ഉള്ളത് നമ്മുടെ CD യൂണിറ്റാണ്. അപ്പോൾ എർത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ CD യൂണിറ്റിൽ നിന്ന് വയർ വലിച്ചിട്ടാണ് ഫ്രണ്ടിലോട്ട് എടുക്കുന്നത്. നമ്മുടെ വണ്ടിക്ക് CD യൂണിറ്റിൽ നിന്ന് വയർ വലിക്കേണ്ടിയെന്ന് വന്നില്ല. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ എർത്തും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. വേറെ പ്രോപ്പർ വർക്കിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ പലർക്കും പല ഇഷ്യൂസ് ഉണ്ടായിരുന്നു. കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഫ്ലിക്കർ ആവുന്നൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ എന്നെപ്പോലെ വേറെ ആർക്കും ഉണ്ടാവുമെന്ന് അറിഞ്ഞൂടാ, എൻ്റെ സമയദോഷം. നമ്മുടെ ഡിമ്മ് വർക്കാവുന്നില്ല. അപ്പോൾ എല്ലാം ബാധിക്കുന്നത് നമ്മുടെ CD യൂണിറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ സെൽഫ് അടിക്കുന്ന സമയത്ത് LED നമ്മുടെ ഡോമിനറിൻ്റെ ഹെഡിൻ്റെ LED പോർഷനിൽ നിന്ന് ചെറിയൊരു ഷോർട്ട് ആവുന്ന പോലെ കിടികിടിയുന്നൊരു സൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മിക്കവാറും എൻ്റെ CD യൂണിറ്റ് പണി കിട്ടും. അപ്പോൾ അതാണ് ഞാൻ ഒരു പണി കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞത്. NS സെറ്റ് ചെയ്ത എല്ലാവർക്കും CD യൂണിറ്റ് ആയിരിക്കും പണി വരാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ പണിയും കാര്യങ്ങളൊന്നും വേറെ ആർക്കും കിട്ടാതിരിക്കട്ടെ. കാരണം ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര മെനക്കെടുത്താണ്. നമ്മൾ ഡോമിനറിൻ്റെ ഹെഡിൽ നിന്ന് അല്ലെങ്കിൽ അവർ ഗ്ലാസ്സിൽ നിന്ന് അതിൻ്റെ ധൂമൊക്കെ വലിച്ച് ഇളക്കി, പിന്നെ NSൻ്റെ ഹെഡ് ഗ്ലാസ് ഇളക്കി അതിൻ്റെ അകത്ത് വെച്ച് സെറ്റ് ചെയ്ത് ഒട്ടിച്ച് എടുക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര മെനക്കെടുത്തായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വെച്ചോരക്കാർക്കും ഇനി പണിയൊന്നും കിട്ടാതിരിക്കട്ടെ, എന്നെപ്പോലെ ആർക്കും പണി കിട്ടാതിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ. എത്ര പേർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഡൗട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാരെങ്കിലും അറിയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. നമ്മുടെ ഡോമിനറിൻ്റെ ഹെഡ് LED ശരിയാക്കാൻ പറ്റുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക. അതിനാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.